നമ്മൾ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ എന്ന പാഠാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു 3 ചോദ്യം വരെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ വായിക്കാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഒരു പാത്രത്തിൽ നിറച്ച പാൽ ഒരേ വലുപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലെയും പാൽ ഒരേ വലുപ്പമുള്ള 4 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിലെ പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ്? ഇംഗ്ലീഷ് മീഡിയം ഒന്ന് വായിക്കാം. എ വെസൽ ഫുൾ ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫിൽ 3 bottles of the same size. Then the milk in each bottle was used to fill 4 cups of the same size. What fraction of the milk in the first vessel does each cup contain? ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം 3 കുപ്പികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് എഴുതാം നമ്പർ ഓഫ് ബോട്ടിൽസ്, കുപ്പികൾ അല്ലെങ്കിൽ കുപ്പികളുടെ എണ്ണം എത്രയാണ്? 3. പാല് ആദ്യം ഈ 3 കുപ്പികൾ അവർ എന്ത് ചെയ്യാണ് ചെയ്തത്? നിറയ്ക്കുകയാണ് ചെയ്തത്. ശേഷം ഇതൊരു പാത്രത്തിൽ എന്തുണ്ട്? പാലുണ്ട്. ആ പാല് ആദ്യം 3 കുപ്പികളിൽ നിറച്ചു. 3 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? ഓരോ കുപ്പിയിലും 3ൽ ഒരു ഭാഗമാണ് എന്ത് ചെയ്യണത്? നിറയ്ക്കുന്നത്. ശേഷം എന്ത് ചെയ്തു? ഈ ഓരോ കുപ്പിയിലെയും പാല് 4 കപ്പിൽ നിറച്ചു. ഈ ഓരോ കുപ്പിയിലെയും പാല് 4 കപ്പിലായിട്ട് നിറച്ചു. അപ്പൊ ഓരോ കപ്പിൽ എത്രയായിരിക്കും? 4ൽ ഒരു ഭാഗം. ആദ്യം 3 കുപ്പിയിൽ നിറച്ച് അതിനുശേഷം ഓരോ കുപ്പിയിലും പാല് 4 കപ്പിലായിട്ട് നിറച്ചു. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് മിൽക്ക് ഇൻ ഫസ്റ്റ് വെസൽ ഡസ് കണ്ടെയ്ൻ. ഒരു കപ്പിലുള്ള പാല് ആദ്യത്തെ പാത്രത്തിന്റെ പാലിലെ എത്ര ഭാഗമാണ്? ഒരു കുപ്പിയിലെ പാൽ എന്ന് പറഞ്ഞാല് ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ്? ഒരു കപ്പിലെ പാല് ആദ്യത്തെ പാത്രത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വഴി എഴുതാം. ഫ്രാക്ഷൻ ഓഫ് മിൽക്ക് ഇൻ ഫസ്റ്റ് വെസൽ ഡസ് ഈച്ച് കണ്ടെയ്ൻ. ഒരു കുപ്പിയിലെ പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗം? അപ്പോ ഒരു കപ്പിൽ എത്ര പാലുണ്ട്? 1/4. ഒരു കപ്പില് ആദ്യത്തെ ഒരു കുപ്പിയില് 3, 1/3. ഈ മൊത്തം പാത്രത്തില് എത്ര ഭാഗമുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 × 1 1, 4 × 3 12. 12ൽ ഒരു ഭാഗമായിരിക്കും ആദ്യത്തെ പാത്രത്തില് ഉള്ളതിന്റെ ഭാഗം എന്ന് പറഞ്ഞാല്. ഇതാണ് 1ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം, 12 സെന്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. ABയുടെ 2/3 ഭാഗമായി AC അടയാളപ്പെടുത്തുക. ACയുടെ 1/4 ഭാഗമായി AD അടയാളപ്പെടുത്തുക. ABയുടെ എത്ര ഭാഗമാണ് AD? ഡ്രോ എ ലൈൻ AB ഓഫ് ലെങ്ത് 12 സെന്റിമീറ്റർ. മാർക്ക് AC ആസ് 2/3 ഓഫ് AB. മാർക്ക് AD ആസ് 1/4 ഓഫ് AC. വാട്ട് പാർട്ട് ഓഫ് AB ഇൻ AD? ആദ്യം നമ്മൾ ഇതിന്റെ റെഫർ എന്ന് പറയാം. AD അതായത് AB എന്ന വര 12 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം? വരയ്ക്കണം. അത് വരച്ചതിന് ശേഷം ഇതിലെ AC എന്ന പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. AC എന്ന് പറഞ്ഞാല് AB എത്രയാണോ അതിന്റെ 2/3 ഭാഗം. AC എന്ന് പറഞ്ഞാല് AB എത്രയാണോ അതിന്റെ 2/3 ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. AB നമുക്ക് എത്രയെന്നറിയാം? 12. അപ്പൊ 12 × 2/3. 12 × 2 എത്രയാണ്? 12 × 2, 2 2 4, 1 2 2, 24. 24/3 ചെയ്യുക. 24 ഹരിക്കണം 3. ഒരു 3 3 3 8 24. അപ്പൊ AC എത്രയായിരിക്കും?
8 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മൾ AC സ്കെയിൽ ഉപയോഗിച്ചിട്ട് 8 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഇതാണ് AC. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ്, AD എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. അതെങ്ങനെ പറഞ്ഞിരിക്കുന്നത്, AD എന്ന് പറഞ്ഞാല് AC എത്രയാണോ അതിന്റെ 1/4 ഭാഗമാണ്. ഇനി പറയാം, AD എന്ന് പറഞ്ഞാല് AC എത്രയാണോ അതിന്റെ 1/4 ഭാഗം. AC നമുക്കിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ് AC? 8 സെന്റിമീറ്റർ. AC 8 ഇൻറ്റു 1/4. ഒരു 8 8/4. 8/4. 4ന്റെ ഗുണപ്പട്ടികയിൽ എപ്പോഴാണ് 8 കിട്ടുക? 2 × 4 ആണ് 8. നമ്മൾ A മുതൽ D വരെ ഇവിടെ 2 സെന്റിമീറ്റർ സ്കെയിൽ അളക്കുക. എന്നിട്ട് 2 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? AD കിട്ടും. ആദ്യം AB 12 സെന്റിമീറ്ററിൽ വരയ്ക്കുക. അതിനുശേഷം AC നമ്മൾ കണ്ടെത്തി. ആ AC സ്കെയിൽ ഉപയോഗിച്ച് 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ AD കണ്ടെത്തി. AD എന്ന് പറഞ്ഞാൽ ACയുടെ 1/4 ഭാഗം. നമുക്ക് 2 കിട്ടും. AC 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഒരു ചോദ്യം കൂടിയുണ്ട്. AB യുടെ എത്ര ഭാഗമാണ് AD? AB യുടെ എത്ര ഭാഗമാണ് AD? പാർട്ട് ഓഫ് AD AB ഈസ് AD. ഇനി കണ്ടുപിടിക്കുക. ABയുടെ എത്ര ഭാഗമാണ് AD? AB എന്ന് പറഞ്ഞ മൊത്തം എത്രയാണ്? 12. അതിൽ എത്ര ഭാഗമാണ് AD? എത്രയാണ്? 2 സെന്റിമീറ്റർ. 12ൽ 2 ഭാഗം. നമ്മൾ എങ്ങനെ വെട്ടി ചെറുതാക്കുക? ഒരു 2 2 6 2 12. ഈ 2ഉം 2ഉം ക്യാൻസലായ ബാക്കി 1/6 ഭാഗമായിരിക്കും ABയുടെ എത്ര ഭാഗമാണ് AD? ABയുടെ എത്ര ഭാഗമായിരിക്കും? 6ൽ 1 ഭാഗമായിരിക്കും AD. ഇതാണ് 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഗുണനക്രിയയിലൂടെ കണക്കാക്കുക. 1ാമത്തെ ചോദ്യം, 6ാം ചോദ്യത്തിലെ 4 ഭാഗങ്ങളാണ് ചെയ്യാനുള്ളത്. 2/5ന്റെ 3/7 ഭാഗം. 3/5 ഓഫ് 2/7. ഗുണനക്രിയയുടെ മൾട്ടിപ്ലിക്കേഷനൂടെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? 3/7 ഇൻറ്റു 2/5 ചെയ്യുക. 3 × 2 6, 7 × 5 35. 1ാം ചോദ്യം. 2ാമത്തെ ചോദ്യം, 3/5 ഓഫ് 2/7 എന്ത് ചെയ്യുക? ഗുണിക്കുക. 3/5 ഇൻറ്റു 2/7. 3 × 2 6, 7 × 5 35. 2ാം ചോദ്യം. 3ാമത്തെ ചോദ്യം, 2/3 ഓഫ് 3/4. അപ്പോൾ 2/3 ഇൻറ്റു 3/4. 2 × 3 6, 3 × 4 12. 6/12 എന്നൊന്ന് ചെറുതാക്കുമ്പോൾ 1 × 6 6, 2 × 6 12. നമുക്ക് 6ഉം 6ഉം ക്യാൻസൽ ചെയ്യാൻ ബാക്കി 1/2. 4ാമത്തെ ചോദ്യം, 5/6 ഓഫ് 3/10. 5/6 ഓഫ് പറഞ്ഞാൽ ഗുണിക്കുക ഇൻറ്റു 3/10. 3 × 5 15/16. പിന്നെ നമ്മൾ വെട്ടി ചെറുതാക്കുമ്പോൾ 1 × 15 ആണ് 15. 15 × 4 ആണ് 16. നമുക്ക് എന്ത് ചെയ്യാം? ഈ 15ഉം 15ഉം ക്യാൻസൽ ആക്കാം. ബാക്കി 1/4. ഈ ഭാഗത്തിൽ മൊത്തം 6 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിലത്തെ 3 നമ്മൾ ചെയ്തു. ബാക്കി 3 ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി 37, 38 ഭാഗങ്ങളിൽ വരുന്ന ചോദ്യമാണ്. 1ാം ചോദ്യം വായിക്കാം. ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അതേപോലെയുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം? 1.5 meters of cloth is needed for a shirt. How much cloth is required for 5 such shirt? അപ്പോൾ നമുക്കറിയാം ലെങ്ത് നീഡഡ് ഫോർ ദി ക്ലോത്ത്. ഷർട്ടിന് തുണി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 1.5 മീറ്റർ. അപ്പോൾ ആദ്യത്തെ വഴി എഴുതി. ലെങ്ത് ഓഫ് ക്ലോത്ത് നീഡഡ് ഫോർ ഷർട്ട്
ഷർട്ടിനു വേണ്ട തുണിയുടെ അളവ് എത്രയാണ്? 1.5 മീറ്റർ. എത്ര ഷർട്ട് ഉണ്ടാക്കാൻ പഠിക്കുന്നത്? 5 ഷർട്ട്. 5 ഷർട്ട്. 5 ഷർട്ടിന് വേണ്ട തുണി സമം 5 × 1/2. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 1 × 2 പ്ലസ് ഈ 1 എഴുതുക ബൈ ഈ 2. 1 × 2 2 പ്ലസ് 1/2 ഈക്വൽ ടു 3/2. ഇതിൻ്റെ പകരം നമ്മൾ എത്ര കൊടുക്കുക? 3/2. 5 × 3/2. 5 × 3 15. 15/2 ഒന്ന് അടിച്ചു നോക്കാം. 15 ഹരിക്കണം 2. ഒരു 7 2 14. 15 14 പോയ ബാക്കി 1. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ എഴുതണം. അപ്പോൾ 7 സെക്കൻഡ് ആരാണ്? 1/2 മീറ്റർ. ഇതാണ് പേജ് നമ്പർ 37 വരുന്ന ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാം ചോദ്യം, ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ടക്കായ ഓഫ് 30 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kilogram? അതായത് 2 കിലോ വെണ്ടക്കയുടെ വില 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? 1 കിലോ വെണ്ടക്കായുടെ വില നമുക്കറിയാം എത്രയാണ്? 30 രൂപ. പ്രൈസ് ഓഫ് 1 kg ഒക്ര, 1 കിലോ വെണ്ടയുടെ വില സമം 30 രൂപ. നമുക്ക് എത്ര കിലോന്റെ വേണ്ട? 2.5 കിലോ വെണ്ടക്കായുടെ. പ്രൈസ് ഓഫ് 2.5 kg, 2.5 കിലോ വെണ്ടയുടെ വില സമം 1 കിലോ നമുക്കറിയാം 30 ഇൻറ്റു എത്ര കിലോയാണ് വേണ്ടത്? 2.5. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2.5 ക്രോസ് ചെയ്യുക. 2 × 2 പ്ലസ് ഈ 1 എഴുതി ബൈ ഈ 2 എഴുതുക. 2 × 2 4. 4 പ്ലസ് 1 5/2. ഈ 2യുടെ പകരം നമ്മൾ എത്ര എഴുതുക? 5/2 സമം 30 × 5/2. നമുക്ക് വെട്ടിച്ചേതാക്കുമ്പോൾ 30ന്റെ പകുതി എത്രയാണ്? 30ന്റെ പകുതി എത്രയാണ്? 15. 15നെ 5 ആയിട്ട് ഗുണിക്കുക. 15 × 5. 15 × 5. 5 × 5 25ന് 5. ബാക്കി 2. 1 × 5 5 പ്ലസ് 2 7. 75 രൂപയായിരിക്കും 2.5 കിലോ വെണ്ടക്കായുടെ വില. മൂന്നാമത്തെ ചോദ്യം, ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. ഈ വേഗത്തിൽ 1.5 മണിക്കൂറിൽ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? എ പേഴ്സൺ വാക്സ് 2.5 kilometers in an hour at the same speed. How far will he walk in 1.5 hours? 1.5 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ വഴി എഴുതുക? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 hour. 1 മണിക്കൂറിൽ നടന്ന ദൂരം സമം എത്രയാണ്? 2.5 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കും? അപ്പം നമുക്ക് എങ്ങനെ എഴുതുക? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1.5 hours. 1.5 മണിക്കൂറിൽ നടന്ന ദൂരം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1.5 മണിക്കൂറിൽ എത്ര നടക്കും എന്നാണ്. 1 മണിക്കൂറിൽ എത്രയാണ്? 2.5. അപ്പോൾ 1.5 മണിക്കൂറിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് 1.5
ഇൻറ്റു 1 മണിക്കൂർ എത്ര വന്നിട്ടുണ്ട് 2.5. ഇങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കുക 1.5. ഇനി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് പോവാം. 1 × 2 2, 1 ഇവിടെ ഉണ്ട് പ്ലസ് 1 ബൈ 2, 1 പ്ലസ് 2 3, 3/2. ഈ 2 മാറ്റാം 2.5. അപ്പം പറഞ്ഞു നോക്കുക 2 × 2 4. അത് കൂടെ ഈ ഇവിടെ സംഖ്യ എത്രയാണോ അത് കൂട്ടുക. പ്ലസ് 1 ബൈ താഴത്തെ എത്ര നമ്പർ ഉണ്ടോ അത് എഴുതുക. 4 + 1 5/2. ഇനി ഇവിടെ കൊടുക്കാം. 1 മാറ്റിയപ്പോൾ 3/2 ഇൻറ്റു 2 മാറ്റിയപ്പോൾ 5/4. ഇനി 5/2. 3 × 5 15. 15/2 × 2 4. നമുക്ക് എന്ത് ചെയ്യണം, ഹരിക്കണം. 15 ഹരിക്കണം 4. 1 4 4, 2 4 8, 3 4 12. 5 2 പോയാൽ 3. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. 3 3/4. അതായത് 3.75 കിലോമീറ്റർ ആണ് 1.5 മണിക്കൂറിൽ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം എന്താ പറയുന്നത്, റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുണ്ട്. അതിൽ 2.5 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്നാണ് സഹീറ പറയുന്നത്. അതെത്രയാണ്? ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. റോണി ഹാസ് 36 സ്റ്റാമ്പ് വിത്ത് ഹെർ. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം. റോണിയുടെ കയ്യിലെ സ്റ്റാമ്പ് ഇൻ റോണീസ് ഹാൻഡ്. റോണി എഴുതിയാൽ മതി. റോണി എത്രയാണ്? 36 സ്റ്റാമ്പുകളാണ് ഉള്ളത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സഹീറ സേസ് ഷീ ഹാസ് 2.5 times this. റോണിയുടെ കയ്യിൽ എത്രയുണ്ടോ അതിൻ്റെ 2.5 മടങ്ങ്. ടൈംസ് എന്ന് പറഞ്ഞ് ഗുണിക്കുക. മടങ്ങ് ആരുടെ കയ്യിലുണ്ട്? സഹീറയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹീറയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്? അപ്പോൾ നമുക്ക് അടുത്ത വഴി എഴുതാം. സ്റ്റാമ്പ് സഹീറ ഹാസ്. സഹീറ കണ്ടെയ്ൻ അല്ലെങ്കിൽ ഹാസ് കണ്ടെയ്ൻ. സഹീറയുടെ കയ്യിലെ സ്റ്റാമ്പ് സമം 36 × 2.5 മടങ്ങ്. അപ്പൊ 2.5 ഈക്വൽ ടു 2 നമുക്ക് മാറ്റണം. 2.5 2 × 2 4 പ്ലസ് 1 ബൈ ഈ 2 എഴുതുക. 4 + 1 5/2. 36 × 5/2. ബൈ 2 പറഞ്ഞ എന്താണ്? പകുതി എടുക്കുക. 36ന്റെ പകുതി എത്രയാണ്? 18 അല്ലേ? 36ന്റെ പകുതി 18. 18നെ എത്ര ഇട്ട് ഗുണിക്കുക? 5 ആയിട്ട്. 2 ആയിട്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എടുക്കുക. 18 × 5. 5 × 8 40. 0 ബാക്കി 4. 1 5 5. 5ഉം 4ഉം 9. 90 സ്റ്റാമ്പുകളാണ് സഹീറയുടെ കയ്യിൽ ഉണ്ടാവുക. 5ാമത്തെ ചോദ്യം, ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും? ജോജി വർക്ക് 4.5 hours each day. How many hours does he work in 6 days? അപ്പോൾ നമുക്ക് ജോജി 6 ദിവസമാണ് ആര് ജോലി ചെയ്യണത്? ജോജു വർക്ക് ചെയ്യണത്. ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. നമ്മോട് ചോദിച്ചിരിക്കുന്നത് 6 ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതാണ്. ഒരു ദിവസം 1 day. ഒരു ദിവസം 4.5 മണിക്കൂർ ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 6 days 6 ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യും? അപ്പം എന്ത് ചെയ്താൽ മതി? രണ്ടും തമ്മിൽ ഗുണിക്കുക. 6 × 4/2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പം 4.5 മാറ്റാൻ വേണ്ടി പോവുകയാണ്. 4.5 മാറ്റാം.
4 ഇൻറ്റു 2 8. 8 കൂടെ 1 കൂട്ടുക ബൈ 2. 8 കൂടെ 1 കൂട്ടിയ 9 ബൈ 2. അപ്പൊ നമുക്ക് 4യുടെ പകരം 9/2 എന്ന് ഉപയോഗിക്കാം. 6 ഇൻറ്റു 9/2. ഇങ്ങനെ ബൈ 2 വന്നാൽ എന്ത് ചെയ്യുക? പകുതി എടുക്കുക. 6ന്റെ പകുതി എത്രയാണ്? 3. അതായത് 2ന്റെ ഗുണപട്ടികയിൽ എപ്പോഴാണ് 6 കിട്ടുക? 3 ഗുണിച്ചാല്. അപ്പൊ 3 ഇൻറ്റു 9 എന്ന് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കുക. 3 ഇൻറ്റു 9 എത്രയാണ്? 27 മണിക്കൂറാണ് 6 ദിവസം ആര് ജോലി ചെയ്യണത്? ജോലി ചെയ്യുന്നത്. 6ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. താഴെ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. 1ാമത്തെ ചോദ്യം ഞാൻ മാത്രം വായിക്കാം, ബാക്കിയൊക്കെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. 5 1/3 4 മടങ്ങ്. 4 ടൈംസ് ഓഫ് 5 1/3. അപ്പം ഞാൻ 4 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്? ഗുണിക്കുക. അത് മറക്കാതിരിക്കുക. അപ്പം മാറ്റി എഴുതാം. 4 ഇൻറ്റു 5 1/3. ഇത് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? 4 ഇൻറ്റു, നമുക്കിതിൽ തന്നെ ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 എത്രയാണ്? 15. 15 കൂടെ 1 കൂട്ടുക എത്രയാണ്? 16. 16/3. ഇനി ഈ 16ഉം 4ഉം തമ്മിൽ ഗുണിക്കുക. അതിനെ 3 ആയിട്ട് ഹരിക്കുക. 16 ഇൻറ്റു 4. 6 4 24 4. ബാക്കി 2. 1 4 4 5 6 64. 64നെ 3 ആയിട്ട് ഹരിക്കുക. 64 ഹരിക്കണം 3. 2 3 6. കുറയ്ക്കുക 0. ഈ 4 ഇറക്കിയിടുക. ഇനി 4ന്റെ ഗുണപട്ടികയിൽ 3 ഇല്ല, പക്ഷെ 3 ഉണ്ട്. 1 3 3. 4ന്ന് 3 പോയി കഴിഞ്ഞാൽ 1. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. 21 1/3. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2ാമത്തെ ചോദ്യം പറയുന്നത് 4 1/3 ടൈംസ് 5. അതായത് 2ാമത്തെ ചോദ്യം 4 1/3 ടൈംസ് ഇൻറ്റു 5. ക്രോസ് ചെയ്ത് ഗുണിക്കാൻ പോവുകയാണ്. 4 1/3 മാറ്റണം. 4 1/3 മാറ്റുമ്പോൾ 4 ഇൻറ്റു 3. 4 ഇൻറ്റു 3 പ്ലസ് 1 ബൈ ഇവിടെ എത്രയാണ്? 3. 4 3 12. 12 കൂടെ 1 കൂട്ടിയ 13/3. 13/3 എന്ന് വരും. ഇനി ഇതിന്റെ പകരം എത്ര കൊടുക്കുക? 13/3 ഇൻറ്റു 5. 13ന് 3 ആയിട്ട് 13 ഇൻറ്റു 5. 3 ഇൻറ്റു 5 15ന് 5. ബാക്കി 1. ഒരു 5 5ഉം 1ഉം 6. 65 ഹരിക്കണം 3. 65 ഹരിക്കണം 3. ഒരു 3 3 2 3 6 0. 5 ഇറക്കിയിടുക. അപ്പോൾ നമുക്ക് കിട്ടും ഒരു 5 ഇറക്കിയിടുക. ഇനി 5ന്റെ ഗുണപട്ടികയിൽ 3ന്റെ ഗുണപട്ടികയിൽ 5 ഇല്ല, പക്ഷെ 3 ഉണ്ട്. ഒരു 3 3. 5ന്ന് 3 പോയാൽ 2. നമുക്ക് ഉത്തരം എഴുതാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. 21 2/3. അടുത്തത് 1 1/2 ടൈംസ് 2/3. 1 1/2 ഇൻറ്റു 2/3. അപ്പോൾ 1നെ മാറ്റണം. 1നെ മാറ്റുമ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 1/2. ഒരു 2 2 കൂടെ 1 കൂട്ടിയ 3/2. എന്ത് ചെയ്യും? ഇതിൻ്റെ പകരം ഇത് കൊടുക്കുക. 3/2 ഇൻറ്റു 2/3. ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ ക്രോസിൽ ഒരേ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കളയാൻ പറ്റും. അല്ലെങ്കിൽ 2 ഇൻറ്റു 3. 3 ഇൻറ്റു 2 6 ബൈ 2 ഇൻറ്റു 3 6. ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഇത്ര എത്രയായിരിക്കും? 1. ഇതാണ് 3ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം 2/3 അല്ല, 2/5 ആണ്. 2/5 ടൈംസ് 2 1/2. അപ്പോൾ 2/5 ഇൻറ്റു 2നെ എന്ത് ചെയ്യണം? മാറ്റണം. 2 1/2 മാറ്റുമ്പോൾ 2 ഇൻറ്റു 2 4 പ്ലസ് 1/5. 4 പ്ലസ് 1 5/5. 5/5 എത്രയാണ്? 5/5 1. 5/2
5/2. 2 × 2 4. 4 + 1 5/2. 5/2 എന്ന് എഴുതി. ഇനി 2 × 5 10. 5 × 2 10. 10/10 എത്രയാണ്? 1. അഞ്ചാമത് ചോദ്യം നോക്കാം. 2 1/2 ടൈംസ് 5 1/2. നമുക്ക് എഴുതാം 2 1/2 × 5 1/2. നമ്മൾ ഇതിനെ മാറ്റണം. 2 1/2. 2 × 2 4 + 1/5. 4 + 1 5/2. 2 × 2 4 + 1/2. 4 + 1 5/2. 5/2. ഇനി ഇതിന് ഇതേപോലെ മാറ്റുക. 5 1/2 ക്രോസ് ചെയ്ത് ഗുണിക്കുക. 5 × 2 10 + 1/2 ഈ 2 ഇങ്ങോട്ട് എഴുതി. 10 + 1 11/2. ഈ 2യുടെ പകരം എത്ര എഴുതുക? 5/2 × 11/2. 5 × 11 എത്രയാണ്? 5 × 11 55/2 × 2 4. എന്ത് ചെയ്യുക? ഹരിക്കുക. 55 ഹരിക്കണം 4. ഒരു 4 4, 2 4 8. അപ്പോൾ നമ്മൾ എത്ര എടുക്കുക? ഒരു 4 4. 5 4 പോയാൽ 1. ഇനി 5 ഇറക്കിടുക. 3 4 എത്ര കിട്ടും? 12. 3 4 12. 5 2 പോയി കഴിഞ്ഞാൽ 3. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ എഴുതാം 13 3/4. ഇതാണ് 37 38 വരുന്ന ചോദ്യങ്ങൾ. ഈ ലാസ്റ്റ് ഭാഗം 42 ചോദ്യങ്ങളാണ്. ഒരു 3 ചോദ്യം കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നമ്പർ 42 ഒന്നാമത്തെ ചോദ്യം. അതായത് കുറച്ച് അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം. The length of the breadth of a some rectangle are given below. Find the area of each. അതായത് ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോന്നിൻ്റെയും പരപ്പളവ് കണ്ടെത്തുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 3 1/4 സെൻറ്റിമീറ്റർ, 4 1/2 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ ആദ്യം നീളം എത്ര എടുത്ത്? 3 1/4 സെൻറ്റിമീറ്റർ. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കുക? മാറ്റുക. 3 × 4 12 + 1/4. 12 കൂടെ 1 കൂട്ടിയ 13/4. വീതി 4 1/2. ഇതിനെ മാറ്റിയ 4 × 2 8 + 1/2. 8 + 1 9/2. ഈ രണ്ടും തമ്മിൽ ഏരിയ എങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് രണ്ടും തമ്മിൽ ഗുണിക്കുക. 13/4 × 9/2. 4 × 2 8. നമുക്ക് 13 × 9 ഗുണിക്കാം. 13 × 9. 3 × 9 27 7. ബാക്കി 2. ഒരു 9 9ഉം 2ഉം 11. 117 കിട്ടും. ഇനി 117നെ 8 ആയിട്ട് ഗുണിക്കുക. ഒരു 8 8. 11 8 പോയാൽ 3. 8ൻ്റെ ഗുണനപ്പട്ടികയിൽ 3 ഇല്ല. 7 ഇറക്കിടുക. 4 8 32 ആണുള്ളൂ. കുറയ്ക്കുക. എത്ര കിട്ടും? 5. നമുക്ക് എഴുതാം 14 5/8. ഉത്തരം 14 5/8 സെൻറ്റിമീറ്റർ സ്ക്വയർ. 14 5/8 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 5 1/3 സെൻറ്റിമീറ്റർ, 6 3/4 മീറ്റർ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? നീളം 5/3. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അതിനെ മാറ്റണം. ക്രോസ് ചെയ്ത് ഗുണിക്കുക. 5 × 3 15. 15 + 1/3. 15 കൂടെ 1 കൂട്ടിയ 16/3. ഇനി വീതിനെ മാറ്റുക. 6 × 4 24 + 3/4. 24 കൂടെ 3 കൂട്ടിയ 27/4. ഇനി പരപ്പളവ് കാണാൻ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. 16/3 × 27/4 സമം 4 × 3 12. 16 × 27 ഗുണിച്ച് നോക്കാം. 16 × 27. 7 6 42. 2 ബാക്കി 4. ഒരു 7 7. 7ഉം 4ഉം 11. 2 6 12. 2 ബാക്കി 1. ഒരു 2 2 1ഉം
3 2 3 4 432/12 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഹരിച്ചു നോക്കണം. 432 ഹരിക്കണം 12. 12 ഗുണിക്കുമ്പോൾ 2 × 12 2 3 × 12 നമുക്ക് എത്രയാണ് കിട്ടുക? 36 കിട്ടും. ഇനി 12 × 3 ഗുണിക്കുമ്പോൾ 12 × 4 ഗുണിക്കുമ്പോൾ നമുക്ക് 48 കിട്ടുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ 13 6 പോയി കഴിഞ്ഞാൽ ബാക്കി 7. 12 ഗുണപ്പട്ടികയിൽ 7 ഇല്ല, അപ്പോൾ 2 ഇറക്കിട്ടു. ഇനി 6 × 12 കറക്റ്റ് നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. അപ്പോൾ ഏരിയ എത്രയാണ്? ഇവിടെ 0 അല്ലേ, അപ്പോൾ നമ്മൾ നേരത്തെ ഏരിയ പോലെ എഴുതണ്ട. കറക്റ്റ് 36 ഉത്തരം. 36 cm². ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തേൻ്റെ ചോദ്യം നോക്കാം. നീളം എത്രയാണ്? 1/3. അതിന് മാറ്റാം നമുക്ക്. 1 × 3 3 പ്ലസ് 1/3 ഇട്ടുക. 1 + 3 4/3. വീതി 3/4 വീണ്ടും എന്ത് ചെയ്യണ്ട? മാറ്റണ്ട. നമുക്ക് എഴുതാം 4/3 × 3/4. 4 × 3 12/3 × 4 12. ഒരു സംഖ്യ അത് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 1 cm². ഇതാണ് ഒന്നാമത്തേതിൽ വരുന്ന 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 1.5 മീറ്റർ? വശങ്ങളുടെ എല്ലാം നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? നമുക്ക് സൈഡ് അറിയാം. എന്തിൻ്റെ? സ്ക്വയറിൻ്റെ. സമചതുരത്തിൻ്റെ ഒരു വശം എത്രയാണ്? 1/2 മീറ്റർ. അപ്പോൾ തന്നെ ഒന്ന് മാറ്റുക. 1 × 2 പ്ലസ് 1/2. ഒരു 2 2 കൂടെ ഒന്ന് കൂട്ടിയാൽ 3/2 എന്ന് കിട്ടും. ഇനി സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കാണും നമ്മൾ? സ്ക്വയറിൻ്റെ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ വശം ഇൻറ്റു വശം. വശം എത്രയാണ്? നമുക്ക് 1.5 മാറ്റി എത്ര കിട്ടുന്നത്? 3/2. 3/2 × 3/2. 3 × 3 9/4. അതിനൊന്ന് ഹരിച്ച് നോക്കാം. 9 ഹരിക്കണം 4. ഒരു 4 4 2 4 8. 9 8 പോയാൽ 1. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 2 1/4 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഞങ്ങൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്തിൻ്റെ? സ്ക്വയറിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 14 മീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ ആണ് എങ്കിൽ പരപ്പളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ്? 14 മീറ്റർ ആണ്. നമുക്ക് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടെത്താനുള്ള ഇക്വേഷൻ അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 4 × ഒരു വശം അല്ലെങ്കിൽ ഒരു സൈഡ് നമ്മളങ്ങനെ എഴുതി. ഇനി ചുറ്റളവ് നമുക്ക് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 14. അപ്പോൾ നമുക്ക് കൊടുക്കാം 14 = 4 × ഒരു വശം അല്ലെങ്കിൽ സൈഡ്. ഇനി സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. അപ്പോൾ ഇൻറ്റു 4 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 14/4 സൈഡ് അല്ലെങ്കിൽ വശം എന്ന് കിട്ടും. 14 4 ഹരിക്കുക. ഒരു 4 4 2 4 8 3 4 12. 14 12 പോയി കഴിഞ്ഞാൽ ബാക്കി 2. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് എഴുതാം 3 2/4 ആയിരിക്കും എന്ത്? വശം അല്ലെങ്കിൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം അല്ലേ? അതെങ്ങനെ മാറ്റുക? 3 × 4 3 × 4 പ്ലസ് 2/4. 3 × 4 12/12 പ്ലസ് 2/4
12 കൂടെ 2 കൂട്ടിയ 14/4. ഇതിന് നമ്മൾ മാറ്റിയപ്പോൾ നമുക്കൊരു വശം കിട്ടി. വശം അല്ലെങ്കിൽ സൈഡ് എത്രയാണ്? 14/4 നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കാണുക? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് അഥവാ വശം ഇൻറ്റു വശം. നമുക്കൊരു വശം എത്രയെന്നറിയാം? 14/4 ഇൻറ്റു 14/4. ഇനി നമുക്ക് ഗുണിച്ചെഴുതുമ്പോൾ 14 ഇൻറ്റു 14. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇനി 14ഉം 14ഉം തമ്മിൽ ഗുണിച്ച് 4 × 4 16 ഗുണിച്ചിട്ട് ഹരിക്കണം. അതിനെക്കാട്ടി കുറച്ച് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഈ 3 1/2 എന്തെന്ന് പറഞ്ഞാൽ വശം എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് വശം അല്ലെങ്കിൽ സൈഡ് അറിയാം. എത്രയാണ്? 3 2/4. അതിനെ നമുക്ക് ഈ 2/4 ഒന്നുകൂടി എങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും? 3 അതുപോലെ ഇടുക. 2നെ 1 × 2, 4നെ 1 × 2 എന്ന് എഴുതാം. ഈ 2 ക്യാൻസലായ ബാക്കി 3 1/2 എന്ന് കിട്ടി. ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യണം? അതിനെ ചെറുതാക്കി. അപ്പം തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6 + 1/2. 6 + 1 7/2 എന്ന് കിട്ടും. ഇതാണ് വശം അല്ലെങ്കിൽ സൈഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കാണാം? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ വശം ഇൻറ്റു വശം. അപ്പോൾ 7/2 ഇൻറ്റു 7/2. 7 × 7 49. 2 × 2 4. ഇന്ന് ഹരിച്ചു നോക്കാം. 49 ഹരിക്കണം 4. 1 4 4. 4 4 പോയി കഴിഞ്ഞാൽ 0. 9 ഇറക്കിയിട്ട് കഴിഞ്ഞാൽ 2 4 8. 9 8 പോയാൽ ബാക്കി 1. നമുക്ക് മാറ്റി എഴുതാം 12 1/4. ഇതായിരിക്കും ഇതിൻ്റെ ഏരിയ. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിനെ മാറ്റിയിട്ട് വേറെ പറഞ്ഞ എന്താണ്, ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ 14 × 14 ഗുണിച്ച് 4 × 4 16. അപ്പോൾ ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഒരു സംശയം വരും. അത് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ നേരെ മാറ്റിയിട്ട് ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ മെത്തേഡിൽ ചെയ്തു പോയാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിട്ട് വരിക. ഇതോടെ ഈ അധ്യായം എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നോട്ടുകൾ തയ്യാറാക്കിയിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബായ്.